എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇക്ഷ്വാകു വംശജനും ബൃഹദ്വശപുത്രനുമായ ഋതധ്വജൻ്റെ കഥയാണ്. മഹാപരാക്രമിയായിരുന്ന ഋതധ്വജന് കുവലയാശ്വൻ എന്നും പേരുണ്ടായിരുന്നു. കുവലയാശ്വൻ്റെ ഏറ്റവും വലിയ വീരത്വം ദുന്ധു എന്ന അസുരനെ വധിച്ചതാണ്. ലോകസൃഷ്ടിയുടെ പ്രാരംഭത്തിൽ ജലപ്പരപ്പിൽ യോഗമൂർത്തിയായി കിടന്ന മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ജനിച്ച താമരത്തണ്ടിൽ ബ്രഹ്മാവുണ്ടായി. വിഷ്ണുവിൻ്റെ 2 ചെവികളിൽ നിന്നും ഒലിച്ചിറങ്ങിയ കർണവിസർജ്യത്തിൽ നിന്നും മധുവെന്നും കൈഡഭനെന്നും പേരായ 2 അസുരന്മാരും ജനിച്ചു. അവർ താമരത്തണ്ട് പിടിച്ചു കുലുക്കി ബ്രഹ്മാവിനെ ഭയപ്പെടുത്തി. ബ്രഹ്മാവ് ഭയവിഹ്വലനായി അതിവിസ്താരമായ ജലപ്പരപ്പിലൂടെ പ്രാണരക്ഷാർത്ഥം ഓടി നടന്നു. ബ്രഹ്മാവിൻ്റെ നിലവിളി കേട്ട് മഹാവിഷ്ണു ഉണർന്നു. എങ്കിലും അദ്ദേഹത്തിന് മധുകൈഡഭന്മാരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അല്പം സാമം പ്രയോഗിക്കാമെന്ന് കരുതി മഹാവിഷ്ണു അവരുടെ അടുത്തു ചെന്നു. മതോന്മത്തരായ അസുരന്മാർ തങ്ങളിൽ നിന്ന് എന്തെങ്കിലും വരം ചോദിച്ചു കൊള്ളുവാൻ മഹാവിഷ്ണുവിനോട് ആജ്ഞാപിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നാൽ വധിക്കപ്പെടണം എന്ന വരം മഹാവിഷ്ണു അസുരന്മാരോട് ചോദിച്ചു. അവർക്ക് അതു സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെ വന്നു. മൂടലില്ലാത്ത അന്തരീക്ഷത്തിൽ ജലത്തിലല്ലാത്ത ഒരിടത്ത് വെച്ച് വധിച്ചു കൊള്ളുവാൻ അവർ മഹാവിഷ്ണുവിന് അനുവാദം നൽകി. തുടർന്ന് വിഷ്ണു ഭഗവാൻ അവരെ തൻ്റെ ചക്രായുധം കൊണ്ട് വധിച്ചു. മധുകൈഡഭന്മാർക്ക് ദുന്ധു എന്നു പേരായ ഒരു പുത്രനുണ്ടായിരുന്നു. പിതാക്കന്മാരെ കൊലപ്പെടുത്തിയ വിഷ്ണുവിനെയും ദേവഗണങ്ങളെയും നശിപ്പിക്കണമെന്നുള്ള ചിന്തയോടുകൂടി ദുന്ധു ഉജ്ജാലകമെന്ന മണൽക്കാട്ടിൽ തപസ്സാരംഭിച്ചു. ഒറ്റക്കാലിൽ നിന്ന് അനേകായിരം വർഷം തപസ്സു ചെയ്തു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ദേവദാനവ ഗന്ധർവന്മാർക്കും രക്ഷസുകൾക്കും യക്ഷന്മാർക്കും ഉരകങ്ങൾക്കും അവധ്യനായി തീരണം എന്ന വരം ദുന്ധു ബ്രഹ്മാവിൽ നിന്ന് വാങ്ങി. അതിനുശേഷം ആ മണൽക്കാട്ടിൽ തന്നെ ദുന്ധു കഴിഞ്ഞുകൂടി. അവിടെ സ്ഥിതി ചെയ്തുകൊണ്ട് ദേവന്മാരെ നശിപ്പിക്കുകയായിരുന്നു ദുന്ധുവിൻ്റെ ഉദ്ദേശം. അവിടെ നിന്ന് ദുന്ധു ദീർഘനിശ്വാസം വിടുമ്പോഴേക്കും പൊടിപടലങ്ങൾ ആകാശത്തിൽ പറക്കുകയും 7 ദിവസത്തേക്ക് ഭൂമികുലുക്കം ഉണ്ടാവുകയും ചെയ്യും. ദുന്ധുവിൻ്റെ ഈ ദീർഘനിശ്വാസം സകല ചരാചരങ്ങൾക്കും വലിയ നാശങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ആ പരിസരത്ത് വസിച്ചിരുന്ന ഉത്തങ്കൻ എന്ന മുനിയാണ് ദുന്ധുവിൻ്റെ ഉപദ്രവങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിധേയനായത്. അദ്ദേഹം തപസ്സു ചെയ്ത് വിഷ്ണു ഭഗവാനെ പ്രസാദിപ്പിക്കുകയും ദുന്ധുവിൻ്റെ ആക്രമണം മാറ്റിത്തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു: അല്ലയോ ഉത്തങ്ക, ദുന്ധു ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങിയിട്ടുണ്ട്. ആയതിനാൽ എനിക്കോ മറ്റു ദേവഗണങ്ങൾക്കോ അവനെ വധിക്കുവാൻ സാധിക്കുകയില്ല. ഇക്ഷ്വാകു വംശത്തിൽ കുവലയാശ്വൻ എന്നൊരു രാജാവുണ്ട്. അയാൾ ദുന്ധുവിനെ വധിക്കാൻ ശക്തനാണ്. ഇത്രയും പറഞ്ഞ ശേഷം മഹാവിഷ്ണു അന്തർധാനം ചെയ്തു. തുടർന്ന് ഉത്തങ്കൻ കുവലയാശ്വൻ്റെ കൊട്ടാരത്തിൽ വന്ന് മഹാവിഷ്ണു പറഞ്ഞ വിവരങ്ങളെല്ലാം അറിയിച്ചു. കുവലയാശ്വന് 21,000 പുത്രന്മാരുണ്ടായിരുന്നു. അവരെയും കൂട്ടിക്കൊണ്ടുവന്ന് കുവലയാശ്വൻ ദുന്ധുവിനെ വധിക്കുന്നതിന് വേണ്ടി ഉജ്ജാലകമെന്ന മണൽക്കാട്ടിലേക്ക് പോയി. കുവലയാശ്വൻ്റെ പുത്രന്മാർ ദുന്ധുവിനെ വളഞ്ഞു. അസുരൻ കോപിഷ്ഠനായി ഉയർത്തെഴുന്നേറ്റു. അയാളുടെ നേത്രാഗ്നിയിൽ കുവലയാശ്വൻ്റെ 21,000 പുത്രന്മാരും ദഹിച്ചുപോയി. അടുത്തതായി കുവലയാശ്വൻ ദുന്ധുവുമായി ഏറ്റുമുട്ടി. ആ യുദ്ധത്തിൽ ദുന്ധു കൊല്ലപ്പെട്ടു. സന്തുഷ്ടരായ ദേവന്മാർ കുവലയാശ്വന് നിരവധി വരങ്ങൾ നൽകി. ദുന്ധുവിനെ വധിച്ചതിനാൽ അന്നു മുതൽ കുവലയാശ്വന് ദുന്ധുമാരൻ എന്നും പേരുണ്ടായി. ഈ സമയത്ത് പാതാളകേതു എന്ന അസുരൻ വിശ്വാവസു എന്ന ഗന്ധർവ രാജാവിൻ്റെ മകളായ മദാലസയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരുന്നു. മാത്രമല്ല
പാതാളകേതു പതിവായി വന്ന് ഗാലവ മഹർഷിയുടെ ആശ്രമത്തിൽ അതിക്രമങ്ങൾ കാണിച്ചിരുന്നു. ഒരു ദിവസം ഗാലവ മഹർഷി പാതാളകേതുവിൻ്റെ ശല്യം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് കരുതി ആകാശത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടു. തൽക്ഷണം ആകാശത്ത് നിന്ന് ഒരു കുതിര താഴെ വന്നു വീണു. തുടർന്ന് ഈ കരുത്തേറിയ അശ്വം ഒരു പകൽ കൊണ്ട് അനേകായിരം യോജന പിന്നിടും എന്നൊരു അശരീരി വാക്കും കേട്ടു. യഥാർത്ഥത്തിൽ മുനിയുടെ മനോഗതി അറിഞ്ഞ വിശ്വാവസു ആയിരുന്നു ആ കുതിരയെ അവിടെ എത്തിച്ചത്. മഹർഷി ആ കുതിരയെ കൊണ്ടുപോയി മഹാരാജാവായ കുവലയാശന് നൽകുകയും പാതാളകേതുവിൻ്റെ അതിക്രമങ്ങളെപ്പറ്റി അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ആ കുതിരപ്പുറത്ത് പോയി പാതാളകേതുവുമായി യുദ്ധം ചെയ്ത കുവലയാശ്വൻ പാതാളകേതുവിനെ വധിക്കുകയും മദാലസയെ സ്വതന്ത്രയാക്കി പിതാവായ വിശ്വാവസുവിങ്കൽ കൊണ്ടുചെന്ന് ഏൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് മദാലസയെ വിവാഹം കഴിച്ച കുവലയാശ്വന് 4 മക്കളുണ്ടായി. ഇളയ പുത്രനായ അർക്കളനായിരുന്നു കുവലയാശ്വന് ശേഷം രാജാവായി തീർന്നത്. ഇക്ഷ്വാകു വംശജനായ കുവലയാശ്വൻ്റെ കഥ ഇവിടെ തീരുകയാണ്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.